1970-കളിൽ വ്യത്യസ്തമായ ആലാപന ശൈലിയുമായി നിറയെ ചെറുപ്പക്കാർ മലയാള സിനിമയിൽ അരങ്ങേറി. ഇതിൽ ശ്രദ്ധേയമായ നാമമായിരുന്നു ജോളി അബ്രഹാമിൻ്റേത്. ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിലെ ജയിക്കാനായി ജനിച്ചവൻ എന്ന ഗാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ഗാനം. എറണാകുളം കുമ്പളം സ്വദേശിയായ ജോളി അബ്രഹാം ആദ്യമായി HMVയുടെ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ റെക്കോർഡിലായിരുന്നു യേശുദാസിൻ്റെ കൂടെ പാടിയത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. പിന്നീട് ഒരിക്കൽ മദ്രാസിൽ ഒരു ഗാനമേള കേട്ട് തമ്പിസാർ ജോളി അബ്രഹാമിനെ സിനിമയിൽ പാടാൻ ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെയാണ് ചട്ടമ്പി കല്യാണിയിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ ജയിക്കാനായി ജനിച്ചവൻ എന്ന ഗാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിനുശേഷം MS വിശ്വനാഥിൻ്റെയും ഇളയരാജയുടെയും എല്ലാം കീഴിൽ തമിഴിലും മലയാളത്തിലുമായി അദ്ദേഹം നിറയെ ഗാനങ്ങൾ ആലപിച്ചു. ഇപ്പോൾ ചലച്ചിത്ര ഗാനരംഗത്തു നിന്ന് പിന്മാറി പൂർണ്ണമായും ഭക്തിഗാന രംഗത്താണ് ഇദ്ദേഹം. 1974 പുറത്തിറങ്ങിയ പഞ്ചമി എന്ന ചിത്രത്തിൽ യൂസഫ് അലി MS വിശ്വനാഥൻ ടീം ഒരുക്കിയ മനോഹരമായ ഒരു ഗാനം ഒന്ന് ശ്രദ്ധിക്കൂ, ജോളിയുടെ ശബ്ദത്തിൽ. രജനീഗന്ധി വിടർന്നു അനുരാഗ സൗരഭ്യം പരന്നു കടമിഴിയിൽ സ്വപ്നം നിരന്നു നിന്റെ കാൽ ചിലങ്കകളുണർന്നു രജനീഗന്ധി വിടർന്നു അനുരാഗ സൗരഭ്യം പരന്നു കടമിഴിയിൽ സ്വപ്നം നിരന്നു നിന്റെ കാൽ ചിലങ്കകളുണർന്നു രജനീഗന്ധി വിടർന്നു അനുരാഗ സൗരഭ്യം പരന്നു. രജനീഗന്ധി വിടർന്നു അനുരാഗ സൗരഭ്യം പരന്നു കടമിഴിയിൽ സ്വപ്നം നിരന്നു നിന്റെ കാൽ ചിലങ്കകളുണർന്നു. മലർക്കിനാവുകൾ കണ്ണീരിലടിഞ്ഞു മനസ്സിൽ കൂരിരുൾ നിറഞ്ഞു മലർക്കിനാവുകൾ കണ്ണീരിലടിഞ്ഞു മനസ്സിൽ കൂരിരുൾ നിറഞ്ഞു നീറിപ്പടരും നൊമ്പരമായി ഞാൻ നിന്റെ ആത്മാവിലലിഞ്ഞു നിന്റെ ആത്മാവിലലിഞ്ഞു രജനീഗന്ധി വിടർന്നു അനുരാഗ സൗരഭ്യം പരന്നു കടമിഴിയിൽ സ്വപ്നം നിരന്നു നിന്റെ കാച്ചിലങ്കകളുണർന്നു. LR ഈശ്വരി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കുറേ ചടുലമായ ഗാനങ്ങളായിരിക്കും. ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഐറ്റം നമ്പർ സോങ്സ്, അല്ലെങ്കിൽ ഫോക്ക് ടച്ചുള്ള കുറേ അടിപൊളി പാട്ടുകൾ, അല്ലെങ്കിൽ നല്ല സ്പീഡുള്ള ചില മാപ്പിളപ്പാട്ടുകൾ. ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന LR ഈശ്വരി. അതായത് വളരെ ഉച്ചസ്ഥായിയിൽ പാടുന്ന LR ഈശ്വരി. തമിഴിലും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് അവർ പാടിയിരുന്നത്. അവരുടെ മെൻറ്ററായ MS വിശ്വനാഥൻ പോലും അവർക്ക് കൊടുത്തിരുന്ന ഗാനങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. എന്നാൽ ഒരു സംഗീത സംവിധായകൻ അവരുടെ ആ ഒരു ഇമേജിനെ ഒന്ന് മാറ്റിമറിച്ചു.
കെ ബാലചന്ദ്രൻ്റെ ചിത്രങ്ങളിൽ എം എസ് വിശ്വനാഥിന് മുമ്പ് സംഗീത സംവിധാനം ചെയ്തിരുന്നത് വി കുമാർ എന്നൊരു സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹം വെള്ളിവിഴ എന്ന ബാലചന്ദ്ര ചിത്രത്തിൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് എസ് ജാനകിയോ പി സുശീലയോ പാടേണ്ട ഒരു ഗാനം LR ഈശ്വരിയെ വിളിച്ച് പാടിപ്പിച്ചു. ജമിനി ഗണേശനും ജയന്തിയും അഭിനയിച്ച ഈ രംഗത്ത് നമുക്ക് പുതിയൊരു LR ഈശ്വരിയെ ദർശിക്കാൻ കഴിയും. അതായത് വളരെ ഒതുക്കമുള്ള ശബ്ദത്തിൽ ഹസ്കി ടോണിൽ LR ഈശ്വരി പാടിയിരിക്കുന്നു. വാലിയുടെ ലിറിക്സ്.